നമ്മൾ ജീവിക്കുന്നത് ഒരു ഫാസ്റ്റ് വേൾഡിലാണ്. സ്ക്രോൾ ചെയ്യുന്നു, സ്വൈപ്പ് ചെയ്യുന്നു, സ്കിപ്പ് ചെയ്യുന്നു. ഒരു വീഡിയോ 5 സെക്കൻഡ്സിൽ ക്യാച്ച് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ്. എന്നാൽ ഈ എല്ലാ ശബ്ദങ്ങൾക്കിടയിലും ശരിയായ വഴി കാണിച്ചു തരുന്ന ഒരു ഇന്നർ വോയിസ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നു. അത്തരം സമയങ്ങളിൽ ചരിത്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വെളിച്ചമാണ് സെയിന്റ് വിൻസെന്റ് ഓഫ് സരാഗോസ്. സെയിന്റ് വിൻസെന്റ് ജനിച്ചത് സ്പെയിനിലെ സരാഗോസയിലാണ്. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം ശാന്ത സ്വഭാവമുള്ള എന്നാൽ ഉള്ളിൽ ഉറച്ച വിശ്വാസമുള്ള ഒരാളായിരുന്നു. പുറമേ വലിയ സംസാരങ്ങളോ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പ്രവൃത്തികളോ ഇല്ലായിരുന്നു. പക്ഷെ ദൈവത്തോടുള്ള സ്നേഹവും സത്യത്തോടുള്ള ആത്മാർത്ഥതയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരുന്നു. ഈ ക്വാളിറ്റീസ് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. ചെറുപ്പം മുതൽ തന്നെ വിൻസെന്റ് സഭയുമായി ക്ലോസ് ആയി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും മീനിങ് ഫുൾ ആയി ചെയ്യണം എന്ന ആഗ്രഹത്തോടെ തന്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കാൻ സെയിന്റ് വിൻസെന്റ് തീരുമാനിച്ചു. അത് ഒരു സഡൻ ഡിസിഷൻ അല്ല. ദൈവവചനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് തന്റെ റോൾ എന്ന ക്ലാരിറ്റി വന്നപ്പോൾ വിൻസെന്റ് ആ വഴി തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ സിൻസിയാരിറ്റിയും കമ്മിറ്റ്മെന്റും കണ്ട സഭ അദ്ദേഹത്തെ ഒരു ഡീക്കനായി നിയോഗിച്ചു. ഡീക്കൻ ആയതിനു ശേഷം സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയി സെയിന്റ് വിൻസെന്റ് കൈകാര്യം ചെയ്യുകയും ചെയ്തു. അന്നത്തെ റോമൻ ഭരണകാലത്ത് ക്രിസ്ത്യാനികൾ കടുത്ത പീഡനങ്ങൾ നേരിട്ടിരുന്നു. വിശ്വാസം ഉപേക്ഷിച്ചാൽ സുരക്ഷയും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്തിരുന്ന കാലമായിരുന്നു അത്. വിൻസെന്റിനോടും അത്തരമൊരു അവസരം മുന്നോട്ട് വെച്ചു. എന്നാൽ വിശ്വാസം അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പല്ലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തന്നെ അടിസ്ഥാനമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിന് വഴങ്ങിയില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി, ക്രൂരമായി പീഡിപ്പിച്ചു. ശരീരം വേദന കൊണ്ട് തളർന്നെങ്കിലും വിൻസെന്റിന്റെ മനസ്സ് തകർന്നില്ല. ജയിലിലും അദ്ദേഹം സമാധാനത്തോടെ പ്രാർത്ഥനയിൽ ഉറച്ചുനിന്നു. വേദനയെയും ഭീഷണികളെയും അതിജീവിച്ച് ഒടുവിൽ തന്റെ വിശ്വാസത്തിനായി അദ്ദേഹം ജീവൻ തന്നെ അർപ്പിച്ചു. കൂട്ടുകാരെ, ജീവിതത്തിൽ എല്ലാം എളുപ്പമല്ല. നമ്മൾ പലപ്പോഴും ഭാവിയെ പറ്റിയും മറ്റും ആലോചിച്ച് സ്ട്രെസ്സിലായിരിക്കും. ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് എളുപ്പ വഴികൾ സജസ്റ്റ് ചെയ്യാം. പക്ഷേ റിയൽ ലൈഫ് സക്സസ് എളുപ്പ വഴികളിലൂടെയല്ല. ഫ്രണ്ട്സ്, നമ്മുടെ ഗൈഡ് ആൻഡ് ബെസ്റ്റ് ഫ്രണ്ട് ജീസസ് ആണ്. അവനെ ഫോളോ ചെയ്താൽ ഹാർഡ് മൊമെന്റ്സിൽ പോലും സ്ട്രോങ് ആയി നിൽക്കാൻ സാധിക്കും. പ്രതിസന്ധികളും ഫെയിലിയറുകളും നമ്മെ ടീച്ച് ചെയ്യുന്ന ടൂൾസ് മാത്രം. Always trust him and he will make your life amazing.